ഓക്കെ. അപർണ സ്ക്രീനൊക്കെ ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെയാണ് സർ. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസർവേഷൻ ഓഫ് എനർജി എന്ന ചാപ്റ്റർ ആണ് ജസ്റ്റ് നോക്കി നിർത്തിയത്. അപ്പോൾ അതിൽ കുറച്ച് ടോപ്പിക്സ് കൂടി ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് ലാസ്റ്റ് ഒരു സെക്ഷനിൽ നോക്കാം. കാരണം ഒരു ഹാഫ് ആൻ അവർ മതിയാവും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാനായിട്ട്. കുറച്ച് ഫോഴ്സിന്റെ ഇക്വേഷൻസും അതുപോലെ കൈനറ്റിക് ഡെറിവേഷൻ, കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ കുറച്ച് കണ്ടീഷൻസ് മാത്രമാണ് നമുക്ക് ആ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഒരു ചാപ്റ്റർ കൂടി മെയിൻ ചാപ്റ്റർ തീർക്കാനുണ്ടായിരുന്നു, അതായത് ഇലാസ്റ്റിസിറ്റി. ബാക്കി ഏകദേശം ചാപ്റ്റർ നമ്മളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ചോദിക്കാം. എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്നതിലോ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. വരുന്ന ശനിയാഴ്ച നമുക്ക് നോക്കാം അത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ഈ ഒരു എലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ എലാസ്റ്റിസിറ്റി ചാപ്റ്റർ ഞാൻ ഫസ്റ്റ് സെക്ഷൻ എല്ലാവർക്കും എടുത്തു കൊടുത്തായിരുന്നു. ഫസ്റ്റ് ബാച്ച് വന്നവർക്ക് ഫസ്റ്റ് സൈക്കിൾ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ റിപ്പീറ്റേഷൻ ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ ഒരു ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം, എലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്റർ. സോ യൂണിറ്റ് 5 എലാസ്റ്റിസിറ്റി, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എലാസ്റ്റിസിറ്റി എന്നൊരു പ്രോപ്പർട്ടി അറിയായിരിക്കും, നമ്മൾ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നതാണ് എലാസ്റ്റിസിറ്റി. അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി എന്ന കണ്ടീഷൻസ് നമ്മൾ 12th കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് യിങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയറിംഗ് മോഡുലസ്, ഇങ്ങനെ പല മോഡുലസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സെക്ഷനിൽ അവിടെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്ന ഇലാസ്റ്റിസിറ്റി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. മൊമെന്റ് ഓഫ്, അതായത് യൂണിഫോം ബെൻഡിങ്, നോൺ യൂണിഫോം ബെൻഡിങ്, ടോർഷൻ പെൻഡുലം, ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്. അതായത് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പ്രൊസീജിയേഴ്സും കുറച്ച് തിയറിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ രണ്ട് കേസ്, നമുക്കൊരു സോളിഡ് ഒബ്ജക്റ്റിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്ന് എലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്നും മറ്റൊന്ന് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്നും പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽസ് എല്ലാം എലാസ്റ്റിക് ഒബ്ജക്റ്റ് ആണ്. എലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോഡിയെ എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു റിജിഡ് ബോഡിയാണ്, ഇതിപ്പോൾ ഒരു റിജിഡ് ബോഡിയാണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഒരു യൂണിറ്റ് ഏരിയയിൽ ഫോഴ്സ് കൊടുത്ത് ഇതിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം. അപ്പോൾ ഈ ഒരു ബോഡിക്ക് നമ്മൾ ഈ ഷേപ്പ്, ഇത് ഫോഴ്സ് ഞാൻ എഫ് ഇങ്ങോട്ട് കൊടുത്തു. എഫ് കൊടുത്ത സമയത്താണ് എന്ത് ചെയ്ത് ഇതിന്റെ ഷേപ്പ് ഒന്ന് ഡീഫോർമേഷൻ സംഭവിച്ചത്. ഈ ഒരു ഷേപ്പ് ഈ സൈഡ് എന്ത് ഇങ്ങനെയായിട്ട് മാറി, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ. അപ്പൊ ഈ ഒരു മിനിറ്റ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഫോഴ്സ് ജസ്റ്റ് ഇവിടെ ഞാൻ റിമൂവ് ചെയ്തു. ഫോഴ്സ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ ഫോഴ്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഇതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരും. ഇത് എന്ത് ചെയ്യും, ക്യൂബ് ആയിട്ട് തന്നെ മാറും. അപ്പൊ ഇത്തരത്തിൽ ഇതിന്റെ ഒറിജിനൽ ഷേപ്പിനെ റീഗെയിൻ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് റബ്ബർ എക്സാമ്പിൾ ഉണ്ട്. റബ്ബറിൽ ഇപ്പോൾ ഒരു റബ്ബർ ബോൾ നമ്മൾ എടുത്തു. അപ്പൊ നമ്മളൊന്നിങ്ങനെ സ്ക്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ ഷേപ്പ് ഇത് മാറും. ഈ ഒരു സ്പെറിക്കൽ ഷേപ്പ് മാറിയിട്ട് സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു സ്ക്യൂസ് ചെയ്ത് നമ്മൾ എത്രയാണ് ഫോഴ്സ് കൊടുക്കുന്നത് ആ ഒരു ഷേപ്പിലോട്ട് മാറുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആ ഒരു ഫോഴ്സ് നമ്മൾ വിടുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരും. അപ്പൊ ഇത്തരത്തില് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡീഫോർമേഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ഇതിന്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ എലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇഫ് എ ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്, സൈസും വേണം ഷേപ്പും വേണം, on the removal of the deforming force, it is called elastic body and its property is called elasticity. അപ്പോൾ elasticity ഏറ്റവും കൂടുതലുള്ളത് മെറ്റൽസിനൊക്കെയാണ്. മെറ്റൽസിന് elasticity ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനൊന്ന് അടിച്ചു പരത്തിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷേപ്സിലോട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ മെറ്റൽസിന് ഈ സ്പ്രിംഗ് ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന മെറ്റൽസ് കൂടുതൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റൽസ് ആണ്. അപ്പൊ നമുക്ക് സ്പ്രിങ്ങിന്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ഷേപ്പിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. അത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ പരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്, അത് പൊട്ടിപ്പോകുന്നില്ല, ബ്രേക്കിംഗ് സംഭവിക്കില്ല. നമ്മൾ ഗ്ലാസ് ഒക്കെ എടുത്താണ് പൊട്ടിക്കുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഗ്ലാസ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇതൊക്കെ എന്തില്ല, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇല്ല. അത് നമ്മളൊരു ഫോഴ്സ് ഒരു ഷേപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഷേപ്പിൽ തന്നെ ആയിരിക്കും. സോ അതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ ഷേപ്പ് അത് റീഗെയിൻ ചെയ്യുവാണെങ്കിൽ എന്ത് പറയാം, അത് എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെങ്കിൽ എലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾസ് വരുന്ന മെറ്റൽസ് വരുന്നുണ്ട്, കോഡ്സ് വരുന്നുണ്ട്. കോഡ്സ് എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ, കോഡ്സ് ക്രിസ്റ്റൽ എന്ന് പറയും. നമുക്ക് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കോഡ്സ് വെച്ചിട്ട്. അപ്പൊ അതാണ് നമ്മൾ കോഡ്സ് എന്ന് പറയുന്നത്, കോഡ്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓസിലേറ്റർ സർക്യൂട്ട്സ് നിർമ്മിക്കാൻ യൂസ് ചെയ്യും. അതിന്റെ ആ ഒരു എലാസ്റ്റിക് വൈബ്രേഷൻസ് കാരണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഒബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നേരത്തെ ഒരു ഫിഗറിനെ എടുക്കാം. ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഫോഴ്സ് ഇവിടെ കൊടുത്ത സമയത്ത് ഇത് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറി. ഈ ഒരു സൈഡ് ഇങ്ങനെയായിട്ട് മാറി. ബട്ട് ഞാൻ ഫോഴ്സ് ഇവിടെ റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യത്തില്ല, ഫോഴ്സ് ഞാൻ മാറ്റിയാലും ഇത് എന്റെ ഒറിജിനൽ ഷേപ്പിലൂടെ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ഒറിജിനൽ ഷേപ്പ് അതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ കളിമണ്ണ്, അപ്പോൾ കളിമണ്ണ് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം അതെന്ത് ചെയ്യത്തില്ല, നമ്മൾ ഒരിക്കൽ ഒരു ഷേപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കത്തില്ല. അത് എങ്ങനെ നമ്മൾ വെക്കുന്നുണ്ടോ ആ ഒരു ഷേപ്പിൽ, നമ്മൾ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലേ ആണ്. അതുതന്നെ എർത്ത് പോട്ട്സ്, പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന ക്ലേ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ക്ലേ നമ്മൾ ഏതൊരു ഷേപ്പിലോട്ട് ആക്കി വെക്കുന്നോ ആ ഒരു ഷേപ്പിന് അത് അറ്റൈൻ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരേണ്ട ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. അതുപോലെ തന്നെ വാൾ പുട്ടി, ദെൻ പ്ലാസ്റ്റിസിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ്, ഇതെല്ലാം എന്താണ്, നമ്മളൊരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പ് തന്നെ എന്ത് ചെയ്യും, അതിനവിടെ അറ്റൈൻ ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി ഒരു എലാസ്റ്റിക് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, 100% റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഫോഴ്സ് ഒരു മെറ്റൽ ഞാൻ ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, റബ്ബർ ബാൻഡ് പിടിച്ച് ഞാൻ എന്ത് ചെയ്യും, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വലിക്കും കൈയോട്. അപ്പോൾ ഈ വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വിടുന്ന സമയം ഇപ്പോൾ ഞാൻ വലിക്കുന്ന തൊട്ട് മുൻപ് വരെ ഇതിന്റെ ലെങ്ത് ഒരു 5 സെന്റിമീറ്റർ ആയിരുന്നു. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് ഇതിന്റെ സെന്റിമീറ്റർ എത്രയായിട്ട് മാറി, ഇതിന്റെ ലെങ്ത് ഒരു 10 സെന്റിമീറ്റർ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ 10 സെന്റിമീറ്റർ ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. തിരിച്ച് ഞാൻ വിടുന്ന സമയത്ത് തിരിച്ച് 5 സെന്റിമീറ്ററോട് ഒരിക്കലും എത്തത്തില്ല. അതെന്തായിരിക്കും, ഒരു 7 അല്ലെങ്കിൽ 6 പോയിന്റ് സംതിങ് അല്ലെങ്കിൽ 5 പോയിന്റ് സംതിങ്, അങ്ങനെ ഒരു ചെറിയൊരു വേരിയേഷൻ എന്ത് കാണും, അവിടെ കാണും ലെങ്തിന്. അതായത് പെർഫെക്റ്റ്ലി ഒരു എലാസ്റ്റിക് ആയ ഒബ്ജക്റ്റ് കറക്റ്റ് യഥാർത്ഥത്തിലില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി എലാസ്റ്റിക്കും ഇല്ല, പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്കും ഇല്ല. 100% എലാസ്റ്റിക് ബോഡി എന്നോ പ്ലാസ്റ്റിക് ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. ആ ഒരു നിയർ അപ്രോച്ചിൽ മാത്രമേ എപ്പോഴും ഈ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് എലാസ്റ്റിക് ബോഡി, എന്താണ് പ്ലാസ്റ്റിക് ബോഡി എന്ന്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് സ്ട്രെയിനും സ്ട്രെസ് ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്നത് വാട്ട് ഈസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ആർ സ്ട്രെയിൻ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രെയിൻ ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഇൻ ദ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ ഒരു റബ്ബർ ബാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ, റബ്ബർ ബാൻഡ് ഫസ്റ്റ് ലെങ്ത് എന്തായിരുന്നു, L 10 സെന്റിമീറ്റർ എന്ന് വെച്ചോളൂ. ഞാൻ ഫോഴ്സ് കൊടുത്തതിന് ശേഷം എന്തായിട്ട് മാറി, അവിടെ അതൊരു 20 സെന്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ലെങ്ത് ചേഞ്ച് ആണ്. ഇത് എല്ലും ഇത് L പ്ലസ് ഡെൽറ്റ എൽ, അല്ലെങ്കിൽ ഡെൽറ്റ എൽ എന്ത് ചെയ്തു, ഇവിടെ കൂടി. ഡെൽറ്റ എൽ എത്ര കൂടി, 10 സെന്റിമീറ്റർ ഇവിടെ എക്സ്ട്രാ അവിടെ വന്നു ഡെൽറ്റ എൽ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു is the ratio of change in dimension divided by the original dimension. Okay, original dimension, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ഒരു സ്ട്രെയിൻ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോഡിയുടെ നമുക്ക് അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രെയിൻ തന്നെ നമുക്ക് ടോട്ടലി 2 ടൈപ്പാണ് ഉള്ളത്. ടോട്ടലി 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 2 എണ്ണം ഒരുപോലെ വരുന്ന 2 ഉണ്ട്. ബാക്കി ഒരു സ്റ്റിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ വൈസ് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ബേസിക്കലി വരുന്ന 2 സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലീനിയർ സ്ട്രെയിൻ. ഇപ്പോൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞു ഒരു റബ്ബർ ബാൻഡിന്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ലെങ്ത് വൈസ് ആണ് ഇതിന്റെ ലെങ്ത് ഇവിടെ മാറിയത്. ഓക്കെ, ലെങ്ത് വൈസ് അവിടെ എന്ത് ചെയ്തു, ആ ഒരു ഡയമെൻഷൻ മാറി. ഫസ്റ്റ് ലെങ്ത് L ആയിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി മാറി, L പ്ലസ് ഡെൽറ്റ എൽ, അല്ലെങ്കിൽ ഡെൽറ്റ എൽ അവിടെ എന്ത് ചെയ്തു, കൂടി. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അവിടെ ലെങ്ത് വൈസ് അവിടെ ഇതിന്റെ ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ലീനിയർ സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്. ഇവിടെ ഡയമെൻഷൻ എന്നുള്ള ഇക്വേഷൻ എഴുതി. അപ്പോൾ ഡയമെൻഷൻ ഇവിടെ ഏതാണ്, ലെങ്തിന്റെ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഒറിജിനൽ ലെങ്ത്. അപ്പോൾ നമുക്കിവിടെ ഞാനൊരു മെറ്റാലിക് സ്ട്രിങ്, ഒരു സിൽവർ വയറുടെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൽവർ വയറിൽ ഞാൻ അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊരു എക്സാമ്പിൾ എടുക്കാം, ഈ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് ഏതൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ആ ഒരു കേസിൽ L പ്ലസ് ഡെൽറ്റ ലെങ്ത് മാറി. അപ്പോൾ ഇവിടുത്തെ ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നു, ഒറിജിനൽ ലെങ്ത് അവിടെ L ആയിരുന്നു, സ്മോൾ എൽ ക്യാപിറ്റൽ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് അവിടുത്തെ ഡെൽറ്റ എൽ ആയിരുന്നു. ഓക്കെ, ഡെൽറ്റ എൽ, അതാണ് അവിടുത്തെ ഇക്വേഷൻ വരുന്നത്, ലീനിയർ സ്ട്രെയിനിന്റെ ഇക്വേഷൻ, ലീനിയർ സ്ട്രെയിൻ. ഇനി നെക്സ്റ്റ് ഇതിൽ വരേണ്ടത് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് വോളിയം സ്ട്രെയിൻ ആണ്. വോളിയം സ്ട്രെയിൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഒരു സ്പെറിക്കൽ ബോൾ
ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ബലൂൺ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അതെന്ത് ചെയ്യും, ഞാൻ ഇതിന് യൂണിഫോം ആയിട്ട് എല്ലാ ഡയറക്ഷനും എന്ത് ചെയ്യണം, ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തീരെയും കട്ടി കുറഞ്ഞ ഒരു റബ്ബർ ബോളൊക്കെ എടുത്തിട്ട് നമ്മൾ വാട്ടറിനകത്തൊന്ന് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന്റെ ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഇതിനെ അപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് ചുരുക്കും. ഓക്കെ, എല്ലാ ഡയറക്ഷനും 3 dimensional ആയിട്ട് എല്ലാ ഡയറക്ഷനും ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ യൂണിഫോം ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത്, അപ്പോൾ ഇതിന്റെ ആദ്യത്തെ റേഡിയസ് ഇത്രയായിരുന്നെങ്കിൽ നമ്മളിത് ഒരു ഫോഴ്സ് എല്ലാ ഡയറക്ഷനും അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, അതിന്റെ വോളിയം അവിടെ കുറയും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ വോളിയം അവിടെ നമുക്ക് ഇനിഷ്യൽ വോളിയം ക്യാപിറ്റൽ വി ആയിരുന്നെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഒന്നുകിൽ വോളിയം കുറയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൂടുക, രണ്ടും കേസ് വരാം. അപ്പോൾ വോളിയം സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം റേഷ്യോ നമ്മൾ എന്ത് പറയുന്നത്, വോളിയം സ്ട്രെയിൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ കേസ് ആണ്, അവിടെ നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ഇത് ആംഗിൾ വൈസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഞാൻ എന്ത് ചെയ്യണം, ഇതൊരു ക്യൂബിക്കൽ ഷേപ്പ് ആണ്. ഈ ക്യൂബിക്കൽ ഷേപ്പിൽ ഞാൻ എന്ത് ചെയ്യും, ഇത് നമുക്ക് ഈ ലെങ്തിലോ ബ്രെഡിലോ ഒന്നും വേരിയേഷൻ ഇല്ല. ഇവിടുത്തെ ആംഗിൾ ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. ഇവിടുത്തെ ആംഗിൾ ഇപ്പോൾ 90 ഡിഗ്രി ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ടോപ്പിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ബോഡി ഇവിടെ സർഫസിൽ എന്താണ് ഫിക്സ്ഡ് ആയിട്ട് പോയിരിക്കും പോലെ ഇരിക്കുകയാണ്, സർഫസിൽ ഇരിക്കുക, എന്ത് ചെയ്തില്ല, ഫോഴ്സ് അപ്ലൈ മാറ്റം വരത്തില്ല. ഞാൻ ഇവിടെ ടാൻജൻഷ്യലാണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് അല്ല. ഇപ്പൊ നമ്മളൊരു വലിയൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിന്റെ ആ ഒരു പുറത്തൊരു ഭാഗം വരുമല്ലോ, ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഇതിന്റെ ഒരു പുറത്തൊരു കവർ കാണുമല്ലോ ഇങ്ങനെ വരുന്ന പോർഷൻ, ബുക്ക് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ടാൻജൻഷ്യൽ ഇവിടെ ഫോഴ്സ് കൊടുത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഈ പേജസ് മൊത്തം ഇങ്ങനെ ചരിഞ്ഞ് വരുന്നവരെ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ചരിവായിട്ട് ഇങ്ങനെ വരുന്നവരെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ ടാൻജൻഷ്യൽ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു സർഫസ് ഇപ്പൊ നമുക്കിവിടെ എ ബി ആൻഡ് സി ഡി എന്ന് എടുക്കുവാണെങ്കിൽ എ ബി സി ഡി, ഈ സി ഡി എന്ന് പറയുന്ന പോർഷൻ എന്ത് ചെയ്യും, ഫിക്സ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കും. ഈ എ ബി എന്ന് പറയുന്ന പോർഷൻ മാത്രം എന്ത് ചെയ്യും, ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ചരിഞ്ഞ് വരും, കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞ് വരും. ഇതാണ് അപ്പോൾ അവിടുത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, തീറ്റ ആംഗിൾ അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു തീറ്റ ആംഗിൾ അവിടെ ഈ ഒരു സ്ട്രെയിനിന് ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷനെ നമ്മൾ എന്ത് പറയുന്നത്, അവിടെ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 സ്ട്രെയിൻ കാര്യം നോക്കിയിരുന്നു. ഒന്ന് ലീനിയർ സ്ട്രെയിൻ, മറ്റൊന്ന് വോളിയം സ്ട്രെയിൻ, ആൻഡ് മൂന്നാമത്തെ കേസ് വരുന്നത് നമുക്ക് അവിടെ ഷിയറിംഗ് സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് അവിടെ തീറ്റ വേരിയേഷൻ, ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ തീറ്റ, അല്ലെങ്കിൽ ആ ഒരു തീറ്റ ആംഗിൾ ചേഞ്ച് മാത്രമേ വരത്തുള്ളൂ. കണ്ടോ, ഈ ഒരു തീറ്റ ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു തീറ്റ വേരിയേഷൻ നമുക്ക് 90 ഡിഗ്രി, ഇപ്പോൾ ഒരു റെക്ടാംഗുലർ ലാമിന ഷേപ്പ് അല്ലെങ്കിൽ ക്യൂബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതോടെ 90 ഡിഗ്രി എന്ന് പറയാം. ദെൻ ഷിയറിംഗ് ആംഗിൾ അവിടെ നമുക്ക് തീറ്റ എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കേസിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തീറ്റയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്നത്. തീറ്റ റേഡിയൻസിലായിരിക്കും മെഷർ ചെയ്യേണ്ടത്. തീറ്റ വിച്ച് ഈസ് മെഷർഡ് ഇൻ റേഡിയൻ. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു സ്ട്രെയിനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട. 3 തരത്തിലുള്ള സ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന് ലീനിയർ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ. ഈ 3 കേസ് ഒന്ന് നോക്കുക. ഈ നെക്സ്റ്റ് കാറ്റഗറി സ്ട്രെസ് ആണ്. അപ്പോൾ സ്ട്രെസ് എന്ന ആ ഒരു വേർഡ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഇപ്പൊ നമ്മൾ സ്ട്രെസ് ചെയ്യുക, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നല്ലേ പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യും, സ്ട്രെസ് ചെയ്യില്ലേ, നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ കറക്റ്റ് സ്ട്രെസ് ചെയ്ത് പറയും. കാരണം നമുക്ക് അത് ചെയ്യണം, ഫോഴ്സ് ചെയ്യുക, രണ്ട് സെയിം മീനിങ് ആണ്. അപ്പൊ ഫോഴ്സ് ആണ് എന്ത്, സ്ട്രെസ്, സ്ട്രെസ് ആണ് ഫോഴ്സ്, രണ്ടും എന്താണ്, സെയിം മീനിങ് ആണ്. ഒരു ഫോഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു is the internal force per unit area of the body is called stress. ആ ഒരു ബോഡി കിട്ടുന്ന ഫോഴ്സ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാം, അതായത് പെർ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, ഒരു ബോഡിയുടെ ഷേപ്പ് മാറ്റാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന് എന്ത് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ്, and stress is equal to force by deforming force by area. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും, നമുക്ക് നേരത്തെ കേസിൽ ഡയമെൻഷൻ, ഷിയറിംഗ് സ്ട്രെയിനിന്റെ കേസ് നമുക്ക് യൂണിറ്റ് വരത്തില്ല, കാരണം രണ്ട് സെയിം ഡയമെൻഷൻ ആണ്. അപ്പോൾ മുകളിലും ലെങ്ത് തന്നെയാണ് വരുന്നത്, താഴെ എന്താണ് ലെങ്ത് വരും. അപ്പോൾ ലെങ്ത് മീറ്റർ പെർ മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് ഒന്നും വരത്തില്ല, രണ്ടും എന്താണ് വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. യൂണിറ്റ്സ് അവിടെ നമുക്ക് ക്യാൻസൽ ആയി പോകും, ഡയമെൻഷനിൽ രണ്ട് ക്യാൻസൽ ആയി പോകും. ബട്ട് ഇവിടെ നമുക്ക് രണ്ടും ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് ഡിഫോമിംഗ് ഫോഴ്സും മറ്റൊന്ന് ഏരിയയുമാണ്. അപ്പോൾ ഡിഫോമിംഗ് ഫോഴ്സിന്റെ ഏരിയ ന്യൂട്ടനും ആൻഡ് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും ആണ്. നമുക്ക് കമ്പൈൻ ചെയ്ത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 dimensional ഫോർമുല.
ഡയമെൻഷണൽ ഫോർമുല എന്ത് വരും? ദാറ്റ് ഈസ് dimensional formula equal to m l raised to minus 1 and t raised to minus 2. ഇതാണ് നമ്മുടെ സ്ട്രെസ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ പാസ്കൽ എന്ന് പറയാം. കാരണം ഫോഴ്സ് ബൈ ഏരിയ ശരിക്കും എന്താണ്? പ്രഷർ ആണ്. ഫോഴ്സ് ബൈ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് ഒരു പാസ്കൽ, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം? പാസ്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റും സ്ട്രെസ്സിന്റെ യൂണിറ്റിന്. നമുക്ക് ഇനി 3 തരത്തിലുള്ള സ്ട്രെസ് ആണുള്ളത്. ഒന്ന് ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രെസ്, സെക്കൻഡ് വോളിയം സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ്, ആൻഡ് തേർഡ് വൺ ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, 3 തരത്തിലുള്ള സ്ട്രെസ് ആണുള്ളത്. അപ്പോൾ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ്. ദാറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയറിൽ, അതായത് ഞാനിപ്പോൾ ഒരു വയർ ഇവിടെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വലിയ ക്രോസ് സെക്ഷൻ ആയിട്ട് വരയ്ക്കുകയാണ്, കണ്ടല്ലോ. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് താഴോട്ട് എന്ത് ചെയ്തു? വലിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ ക്രോസ് സെക്ഷൻ, ഇതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ഈ സർഫസ് ഏരിയ ആണ്, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ആ ഒരു സർക്കുലർ ഷേപ്പ് വരുന്നത്, സിലിണ്ടറിക്കൽ ഷേപ്പ് വരുന്ന ആ പോർഷൻ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? അവിടെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് എന്ത് ചെയ്യും? എലോങ്ങേഷൻ ഉണ്ടാക്കും. ഇപ്പൊ ഇവിടെ ഒരു എൽ എന്ന് പറയുന്ന ലെങ്ത് ആണ് ഉള്ളായിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ, താഴോട്ട് വലിച്ച് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ യൂണിറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഡൗൺവേർഡ്. ഓക്കെ, then tensile stress which is equal to force by area. Force by area ആണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുക? ടെൻസൈൽ സ്ട്രെസ്സിന്റെ കേസ് എടുക്കാൻ ഫോഴ്സ് ബൈ ഏരിയ, ഡൗൺവേർഡ് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പുള്ളിംഗ് ഫോഴ്സ്, ഡൗൺവേർഡ്. ഇപ്പോൾ വെയിറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തായിരിക്കും നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഇവിടെ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതിപ്പോ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ ഒരു കേസിൽ ലെങ്ത് നമുക്ക് അവിടെ കൂട്ടാൻ പറ്റും, ഇവിടെ ഡൗൺവേർഡ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 തരത്തിൽ ഈ ടെൻസൈൽ സ്ട്രെസ് കൊടുക്കാം. ഒന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ സപ്പോർട്ടിൽ ഈ ഒരു സ്ട്രിങ്ങിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിങ്ങിന്റെ എൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാസ് ഇവിടെ അറ്റാച്ച്, ഡൗൺവേർഡ് ഒരു മാസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇത് ഡൗൺവേർഡ് ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ എലോങ്ങേഷൻ വരുന്നത്. ഈ ലെങ്ത് വൈസ് ആണെങ്കിലും ഇവിടെ എലോങ്ങേഷൻ ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു കേസും കൊടുക്കാം. എന്ത് ചെയ്യാം? ഡൗൺവേർഡ് ഞാൻ മുകളിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുക, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്, ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് തന്നെ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഈ ലെങ്ത് നമുക്ക് ഈ എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരേക്ക് ആക്കാൻ പറ്റും. ലെങ്ത് കുറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കേസ് നമ്മൾ പറയുന്നത് കംപ്രഷണൽ സ്ട്രെസ് എന്ന് പറയും. കാരണം നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റെക്ടാങ്കുലർ ബാർ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിനെ നമുക്ക് അവിടെ കംപ്രസ് ചെയ്യാൻ ആവശ്യം വരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സിന് എന്ത് പറയുന്നത്? കംപ്രഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഒക്കെ സെയിം തന്നെയാണ്, അതുപോലെ ഈ ഒരു ഇക്വേഷൻസും സെയിം തന്നെയാണ്. രണ്ട് മീനിങ് എന്നേ ഉള്ളൂ. ഒന്ന് ഡൗൺവേർഡ് ആക്ട് ചെയ്യുമ്പോൾ ലെങ്ത് കൂടുന്നുണ്ട്, കംപ്രഷൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ലെങ്ത് കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി ആണ് വോളിയം സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത്. വോളിയം സ്ട്രെസ്, അതായത് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കാം, നമുക്ക് ഈ സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രെയിൻ ഉണ്ടാകുന്നത്. സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് സ്ട്രെയിൻ അവിടെ ഉണ്ടാകുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ് കൊടുക്കുന്ന സമയത്താണ് അവിടെ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അതാണ് നമ്മളിവിടെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് പറയുന്നത്. ഹൂക്സ് ലോ നമ്മൾ എടുക്കും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഹൂക്സ് ലോ അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം സ്ട്രെസ് നോക്കാം. അപ്പോൾ വോളിയം സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നോർമൽ ഫോഴ്സ് ബൈ സർഫസ് ഏരിയ. നോർമൽ ഫോഴ്സ് ബൈ സർഫസ് ഏരിയ വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ചേഞ്ച് ഇൻ പ്രഷർ, അല്ലെങ്കിൽ ആ ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുവാണ്? പ്രഷർ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ചേഞ്ച് ഇൻ പ്രഷർ. ഇവിടുത്തെ ഫിഗർ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പിയറിനെ, ജസ്റ്റ് ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക. ഈ സ്പിയറിന്റെ എല്ലാ ഡയറക്ഷനും, കാരണം ഇങ്ങനെ വരുന്ന ഫോഴ്സ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ഇങ്ങനെ ചിന്തിക്കുക. എല്ലാ ഡയറക്ഷനും എന്ത് ചെയ്യുകയാണ്? ഇതിനെ കംപ്രസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന് നോർമൽ ഫോഴ്സ് ടു ദ സർഫസ് ഏരിയ. ഈ ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? നോർമൽ ഫോഴ്സ് അവിടെ നമുക്ക് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? ഈ ഒരു വലിയ റേഡിയസ് ഉണ്ടായിരുന്ന ഒരു സ്പിയർ കുറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഇവിടെ സ്മോൾ റേഡിയസ് ഉള്ള സ്പിയർ ആയിട്ട് മാറി. അപ്പോൾ ഇത് തന്നെ ഇതെന്ത് ചെയ്യുന്നു? ആ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യാതെ, ബോളിന്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാതെ കംപ്രസ് ചെയ്ത് വോളിയം മാത്രം എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തു. കാരണം സ്പിയർ ആയിട്ടിരുന്ന കേസ് സ്പിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ബട്ട് വോളിയം എന്തായി? ഇപ്പൊ കുറഞ്ഞു. റേഡിയസ് കുറഞ്ഞുകൊണ്ട് വോളിയം എന്ത് ചെയ്തു?
ഡിക്രീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിനെ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നുകൂടി പറയാൻ പറ്റും. അപ്പോൾ വോളിയം സ്ട്രെസ് അഥവാ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ്സിനെ പറയുന്നത്. അപ്പോൾ നോർമൽ ഫോഴ്സ് ബൈ സർഫസ് ഏരിയ ആണ് അവിടുത്തെ ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ചേഞ്ച് ഇൻ പ്രഷർ എന്നും പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വോളിയം എലമെന്റ് ഹൈഡ്രോളിക് ആ ഒരു കേസൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ പ്രഷർ എന്ന ടേം അവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് മുകളിലത്തേതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്തില്ല, പ്രഷർ എന്ന് കറക്റ്റ് പറഞ്ഞില്ല. ശരിക്കും ഇത് എന്ത് തന്നെയാണ്, പ്രഷർ തന്നെയാണ്. ബേസിക്കലി F by A, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി തേർഡ് കാറ്റഗറി ഷിയറിംഗ് സ്ട്രെസ് ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്തായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, ഒരു ആംഗിൾ വൈസ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ആംഗിൾ വേരിയേഷൻ ഉണ്ടാകും, നമ്മൾ എന്ത് പറയുന്നത്, ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് എന്ത് വരുന്നത്, ഷിയറിംഗ് സ്ട്രെസ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ബോഡി ആയിരുന്നു, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് ടാൻജൻഷ്യലി അപ്ലൈ ചെയ്ത സമയത്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു രീതിയിലൂടെ എന്ത് ചെയ്തു, മാറി വന്നു. ഇവിടെ നമുക്കൊരു തീറ്റ ആംഗിൾ ഇവിടെ കിട്ടി. തീറ്റ ആംഗിൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ നമുക്കൊരു തീറ്റ ആംഗിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരികയാണെങ്കിൽ ഷിയറിംഗ് സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, കൊടുത്ത ഫോഴ്സ് ഏതാണ്, ഫോഴ്സ് ബൈ ഏരിയ എന്ന് മാത്രമേ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസിന്റെ ഇക്വേഷൻ എന്ത് വരും, ഷിയറിംഗ് സ്ട്രെസ് which is equal to tangential force by area. നമ്മൾ എന്ത് ഫോഴ്സ് കൊടുക്കുന്നു ആ ഫോഴ്സ് ബൈ ഏരിയ, അത്രയും മാത്രം അവിടെ ചെയ്താൽ മതി. കാരണം ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ നോർമൽ ഫോഴ്സ് ആണ് കൊടുത്തത്, എല്ലാ സർഫസിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന നോർമൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. നോർമൽ ഫോഴ്സ് ബൈ സർഫസ് ഏരിയ, ആ ഒരു ബോളിന്റെ സർഫസ് ഏരിയ. ഇപ്പൊ കൊടുത്ത ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്, സോ ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് സ്ട്രെസ്സിന്റെ 3 കാറ്റഗറി നോക്കുക, ഷിയറിംഗ് സ്ട്രെസ്, വോളിയം സ്ട്രെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് അതിൽ വരുന്ന സ്ട്രെസ്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്, 3 കാറ്റഗറി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഹൂക്സ് ലോ ആണ്. ഹൂക്സ് ലോ, റോബർട്ട് ഹൂക്ക് എന്ന സയന്റിസ്റ്റ് ആണ് ഹൂക്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇൻ ദ ഇയർ 1635 അങ്ങനെ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ഹൂക്സ് ലോ പറയുന്നത്, കോൺസ്റ്റന്റ് എന്നാണ് ഹൂക്സ് ലോ പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ 3 കാറ്റഗറി ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് തേർഡ് വണ്ണാണ് റിജിഡിറ്റി മോഡുലസ്. അതെല്ലാം കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഓരോ ഇതിനും, ഓരോ ഷേപ്സിനും അല്ല, ഓരോ മെറ്റീരിയൽസ്, ഷേപ്സ് അല്ല മെറ്റീരിയൽസിന് എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള യങ്സ് മോഡുലസ് കാണും. അതുപോലെ തന്നെ ബൾക്ക് മോഡുലസ് കാണും, റിജിഡിറ്റി മോഡുലസ് കാണും. അപ്പോൾ ഈ ബൾക്ക് മോഡുലസ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡിനൊക്കെ ആയിരിക്കും. ബൾക്ക് മോഡുലസ് നമ്മൾ കൂടുതൽ പറയുന്നത് ലിക്വിഡ്സിനായിരിക്കും. അപ്പോൾ യങ്സ് മോഡുലസ് നമ്മുടെ ഓരോ റിജിഡ് സോളിഡ് ഒബ്ജക്ട്സിനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, യങ്സ് മോഡുലസ് ഓഫ് വുഡ്, ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടായിരിക്കും. നമ്മൾ വുഡ് ആൻഡ് സ്കെയിലാണ് നമ്മൾ പ്രാക്ടിക്കൽസിന് ചെയ്യുന്നത്. അവിടെ യൂണിഫോം ബെൻഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ ഒരു തരുന്ന സ്കെയിലിന്റെ, വുഡൻ സ്കെയിൽ ആണെങ്കിൽ വുഡൻ സ്കെയിൽ, ഇല്ല നമുക്ക് ഏതൊരു സ്കെയിൽ വെച്ച് ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഇതാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇന്റർഫറൻസ് മെത്തേഡ് യൂസ് ചെയ്ത്, കോർണസ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒപ്റ്റിക്കൽ സ്കെയിൽസിന്റെ, അതായത് ഇപ്പോൾ ഒരു ഗ്ലാസിന്റെ ഒക്കെ യങ്സ് മോഡുലസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമുക്ക് PG-ലൊക്കെ വരുന്ന പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ എന്തുണ്ട്, യങ്സ് മോഡുലസ് ഉണ്ട്, അത് നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാറ്റഗറിയിൽ വരുന്ന യങ്സ് മോഡുലസ് നോക്കാം. ഈ കോൺസ്റ്റന്റ് പറഞ്ഞ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഈ കിട്ടിയ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ്, ഓക്കെ നോക്കാം. യങ്സ് മോഡുലസ്, ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് is the ratio of longitudinal stress by longitudinal strain. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത് പറയുന്നത്, റേഷ്യോ ആണ് നമ്മളവിടെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് Y is equal to longitudinal stress by longitudinal strain. അപ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് അതിന്റെ ഇക്വേഷൻ ഉണ്ട്, സ്ട്രെയിന് അതിന്റെ ഇക്വേഷൻ ഉണ്ട്. എന്ത് ചെയ്യുക, ആ 2 ഇക്വേഷൻസ് കൊടുക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് പെർ ഏരിയ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്തായിരുന്നു, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഉണ്ടോ, ഈ 2 റേഷ്യോ ആണ്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് F by A into L by
ഡെൽറ്റ എൽ എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് അവിടുത്തെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് നമുക്ക് ഈ ഡയമെൻഷൻ രണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി നേരത്തെ പോലെ ആ ഒരു സ്ട്രെസ്സിന്റെ യൂണിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 അല്ലെങ്കിൽ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സെക്കൻഡ്ലി നമുക്ക് അടുത്ത് നോക്കേണ്ട ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പൊ ബൾക്ക് മോഡുലസ് എന്താ പറയുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വോളിയം എലമെന്റ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. ദാറ്റ് ഈസ് ബൾക്ക് മോഡുലസ് B is equal to minus F by A by delta V by V. ഇതാണ് റിലേഷൻ. ദാറ്റ് ഈസ് ബൾക്ക് മോഡുലസിന്റെ റിലേഷൻ ഏതാണ്? ദാറ്റ് ഈസ് ലോൺജിറ്റ്യൂഡിനൽ അല്ല, ബൾക്ക് മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. ഓക്കെ, വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ്സിന്റെ ഇക്വേഷൻ മൈനസ് എഫ് ബൈ എ. അപ്പോൾ ആ ഒരു മൈനസ് വാല്യൂ വരാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രഷർ കുറയുന്നു. ആ ഫോഴ്സ് ബൈ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? മെയിൻലി പ്രഷർ ആണ്. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആണ്. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ കംപ്രസിബിലിറ്റി കൊടുക്കുന്ന സമയത്ത് കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്. സോറി, പ്രഷർ കൂടുന്നു, വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, പ്രഷർ കൂടുന്നു, വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു ഡിക്രീസിങ് കാണിക്കാൻ, പ്രഷറിന്റെ ഇൻക്രീസിങ് വോളിയത്തിന്റെ ഡിക്രീസിങ് കാണിക്കാൻ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു നെഗറ്റീവ് സൈൻ അവിടെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സൈൻ അവിടെ ജസ്റ്റ് നമ്മൾ വെച്ചില്ല എങ്കിലും വലിയ വേരിയേഷൻ ഒന്നും വരത്തില്ല. ജസ്റ്റ് ആ ഒരു ഡിക്രീസിങ് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ചില സമയത്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് നമ്മൾ യൂസ് ചെയ്യാറില്ല വലുതായിട്ട്. ഓക്കെ, ജസ്റ്റ് ഒരു മൈനസ് ഇട്ട് എഴുതുക, ആ ഒരു കാര്യം കൂടെ എഴുതുക. അപ്പോൾ നമുക്ക് അഡീഷണൽ പോയിന്റ് ആയിട്ട് അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്നിട്ട് മൈനസ് എഫ് ബൈ എ ഇൻറ്റു വി ബൈ ഡെൽറ്റ വി എന്നിട്ട് ഇവിടെ ഫോഴ്സ് ബൈ ഏരിയ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ഈക്വൽ ടു പ്രഷർ ആണ്, ഡെൽറ്റ പി ആണ്. ചേഞ്ച് ഇൻ പ്രഷർ നമ്മൾ എന്ത് പറയുന്നത്? ചേഞ്ച് ഇൻ പ്രഷർ നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റു വി ബൈ ഡെൽറ്റ വി എന്നിട്ട്. ഓക്കെ, ഇതാണ് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. ആൻഡ് ഈ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ഡെൽറ്റ പി ഇൻറ്റു വി ബൈ ഡെൽറ്റ വി എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബിയുടെ ഇൻവേഴ്സ് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബൾക്ക് മോഡുലസിന്റെ കട്ടായി പോയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മൾ അടുത്ത ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ബൾക്ക് മോഡുലസിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന്റെ 1/b എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/b യെ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി എന്ന് പറയും. കംപ്രസിബിലിറ്റി. അപ്പോൾ ഈ ഒരു ടേംസ് ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റിയും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്യാസസിനെ കുറിച്ചും അതുപോലെ തന്നെ ലിക്വിഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലിക്വിഡ്സിന്റെ ബൾക്ക് മോഡുലസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാം. അതിന് നമുക്ക് ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോർമലി നമ്മൾ യങ്സ് മോഡുലസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല ലിക്വിഡ്സിന്റെ കേസിൽ. അതിനുവേണ്ടി നമ്മൾ അൾട്രാസോണിക് വേവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഡിറ്റർമിനേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിക്വിഡ്സിന്റെ ഒക്കെ ഇപ്പൊ ടോളുവിൻ CCl4 പോലത്തെ ലിക്വിഡ്സിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ബൾക്ക് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി അത് കൂടുതലും ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. നെക്സ്റ്റ് ഫൈനലി നമുക്ക് അവിടെ വരുന്ന റിജിഡിറ്റി മോഡുലസ് ആണ്. റിജിഡിറ്റി മോഡുലസ് തേർഡ് വൺ. റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ എന്തായിരിക്കും? ആ ഒരു ആംഗിൾ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ N എന്നോ G എന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ റിജിഡിറ്റി മോഡുലസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബൾക്ക് മോഡുലസിനെ ഒന്നെങ്കിൽ B എന്നോ K എന്നോ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, B യും അല്ലെങ്കിൽ K യും ആയിരിക്കും ബൾക്ക് മോഡുലസ്. യങ്സ് മോഡുലസ് ആണെങ്കിലോ Y എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. Y അല്ലെങ്കിൽ E എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ റിജിഡിറ്റി മോഡുലസ് ദാറ്റ് ഈസ് N ഓർ G എന്ന് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്നും ഇതിനെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? ദാറ്റ് ഈസ് G is equal to ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് എന്തായിരുന്നു? ടാൻജൻഷ്യൽ സ്ട്രെസിന്റെ ഇക്വേഷൻ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ. ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ ആ ഒരു തീറ്റ വേരിയേഷൻ. നമുക്കവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷന്റെ ഒറിജിനൽ ഡയമെൻഷൻ അവിടെ വരില്ല, കാരണം ആകെ തീറ്റ വേരിയേഷനല്ലേ വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ സ്ട്രെയിനിന്റെ കേസ് അവിടെ എടുത്തപ്പോൾ ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് റേഡിയൽ നമുക്ക് തീറ്റ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തീറ്റയാണ് എന്ത്? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ എ ഇൻറ്റു തീറ്റ എന്ന് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് ജി ഓർ റിജിഡിറ്റി മോഡുലസ് ഓർ ഷിയർ മോഡുലസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു തീറ്റ. തീറ്റ അവിടുത്തെ ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ ആ തീറ്റയെ നമ്മൾ റേഡിയൻസിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു റിജിഡിറ്റി മോഡുലസ് ഒക്കെ വെച്ചിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സ്ട്രെസ് നമ്മൾ നോക്കി, സ്ട്രെയിൻ നോക്കി. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു ഇലാസ്റ്റിസിറ്റി ചാപ്റ്ററിൽ ഫസ്റ്റ് കേസിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിലൊരു റിലേഷൻ കണക്റ്റിംഗ് ഉണ്ട്. അപ്പോൾ റിലേഷൻ കണക്റ്റിംഗ് ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. ഈ റിലേഷൻ കണക്റ്റിംഗ് അത് നമുക്ക് കുറച്ച് എടുക്കാനുണ്ട് ആ ഒരു ടോപ്പിക്ക്. നമുക്ക് മറ്റൊരു വീഡിയോ ഞാനത് എക്സാമിനേഷൻ മുമ്പായിട്ട് ഞാൻ അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണുക. അത് ചില സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആണ്. റിലേഷൻ കണക്റ്റിംഗ് 3 ഇലാസ്റ്റിസിറ്റി റിലേഷൻ കെ, ഒ ആൻഡ് സിഗ്മ. ഓക്കെ, പോയിസൺസ് റേഷ്യോക്ക് വെച്ചിട്ടുള്ള റിലേഷൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷൻ നോക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബെൻഡിങ് ഓഫ് ബീംസ് ആണ്. ബെൻഡിങ് ഓഫ് ബീംസ്. നമ്മളൊരു ബീം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു പാലത്തിന്റെ കൺസ്ട്രക്ഷനിലും അതുപോലെ നമ്മുടെ വീടൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീംസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കോൺക്രീറ്റ് ബീംസ് അല്ലെങ്കിൽ അയൺ ബീംസ്, ഇങ്ങനെ പല ബീംസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ പർപ്പസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ യൂസ് ചെയ്യുന്ന ഈ ബീംസിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റഡീസ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. കാരണം ബീംസ് നമ്മൾ വെറുതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൽ ഒരുപാട് ലോഡൊക്കെ എത്തി കഴിഞ്ഞാൽ ബീം ഒടിഞ്ഞു വീഴും. പാലങ്ങളൊക്കെ മറിഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. കൺസ്ട്രക്ഷൻ മോശം സമയത്ത് പാലത്തിൽ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ സിമെന്റും കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, പാലം അവിടെ നമുക്ക് കൊളാപ്സ് ആയി പോകും. കാരണം അതവിടെ ആ ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെയാണ് അവിടെ അതിന്റെ ഡിപ്പെൻഡൻസി വരുന്നത്. അതൊരു യങ്സ് മോഡുലസ് ആണ് മെയിൻലി അവിടെ നമുക്ക് വരുന്നത്. യങ്സ് മോഡുലസും ഷിയറിംഗ് മോഡുലസും. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷനിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പില്ലറൊക്കെ ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് ഷിയറിംഗ് സ്ട്രെസ് കാരണം എന്ത് ചെയ്യും, ഷിയറിംഗ് സ്ട്രെയിൻ കാരണം ഒരു ആംഗിൾ വേരിയേഷൻ വന്ന് ചെറിയ കൊളാപ്സ് ആവും. അതുപോലെ തന്നെ ബീം ഒക്കെ ചെയ്യുന്ന സമയത്തും ആ ഒരു സിമെന്റിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അതവിടെ യങ്സ് മോഡുലസ് ഒക്കെ അതിന് ഡിപ്പെൻഡൻസി ഉള്ള ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യും, കൊളാപ്സ് ആയി പോകും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബീംസിനെ കുറിച്ച് കുറച്ച് ബേസിക് നോളജ് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ബീം എന്നുകൊണ്ട് റെപ്രസെന്റ് എന്താണ്, ബീം ഇസ് എ റോഡ് ഓർ എ ബാർ ഓഫ് യൂണിഫോം സർക്കുലർ ഓർ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ഹൂസ് ലെങ്ത് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു തിക്നെസ്. അപ്പോൾ ബീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കൂടുതലും തിക്നെസ് കുറവുമായിട്ട് വരുന്ന ഷേപ്സ് നമ്മൾ എന്താ ബീം എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് സർക്കുലർ ആവാം, അല്ലെങ്കിൽ എന്താ റെക്ടാംഗുലർ ആവാം. സർക്കുലർ എന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ബീം ആയിരുന്നു, സിലിണ്ടറിക്കൽ ബീംസ്. നമ്മൾ കൂടുതൽ കണ്ടുള്ള ഈ ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ടിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബീംസ് നമ്മളവിടെ വെച്ചേക്കും. കാരണം ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ മിക്ക നമുക്ക് വലിയ വലിയ ടവേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് അവർ ഈ ഒരു ബീമാണ് ആദ്യം വാർക്കുന്നത്. പില്ലർ വാർത്തിട്ട് ഇങ്ങനെ ഒരു പില്ലർ വാർക്കും ബേസ്മെന്റ് ചെയ്യുന്ന. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവർ അവിടെ കൺസ്ട്രക്ഷൻ വേണ്ടി ഇങ്ങനെ ബീം എന്ത് ചെയ്യും, ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പാലം പണി നടക്കുന്ന സമയത്ത് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ബീംസ്. ഈ ഒരു സപ്പോർട്ടാണ് ഇവിടെ ബീം എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലായി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ വെയിറ്റ്. ഇപ്പോൾ ഇതൊരു റോഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ വെയിറ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബീം എന്ന് പറയും. ഈ ഒരു കേസിൽ നമ്മൾ ഈ ബീമിന്റെ ഷേപ്പിൽ എടുക്കാൻ കാരണം, ഇപ്പൊ ഈ ഒരു ബീമിന്റെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഷിയറിംഗ് സ്ട്രെസ് നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. ബീം എന്ന ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. കാരണം ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ തിക്നെസ്. തിക്നെസ്സിനെ കാട്ടി കൂടുതലാണ് ബീമിന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ ഷിയറിംഗ് സ്ട്രെസ് ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് കൂടുതൽ വരുന്ന ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ, ഇതുപോലത്തെ വലിയൊരു ഷേപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആംഗിൾ വേരിയേഷൻ ഉണ്ടാവാൻ എളുപ്പമാണ്. ബട്ട് ഇവിടെ ലെങ്ത് വൈസ് നോക്കുമ്പോൾ ഇതാണ് ലെങ്ത് വൈസ്. അപ്പോൾ ഈ ലെങ്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ഷേപ്പ് ബീമിന്റെ തിക്നെസ് തീരെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, തിക്നെസ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു ഷിയറിംഗ് സ്ട്രെസിന്റെ കേസ് ഒരുപാട് ആംഗിൾ വേരിയേഷൻ ഇവിടെ ഉണ്ടാകത്തില്ല. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒരുപാട് മെറ്റീരിയൽ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഒരു കൺസിഡറേഷൻ എടുക്കുന്നത് ഈ ഒരു ബീം എന്ന് പറയുന്ന കാര്യം അവിടെ നിർമ്മിക്കുന്നത് എന്താണ്, ഒരുപാട് ചെറിയ ചെറിയ തിൻ പ്ലെയിൻസ്, ഹോറിസോണ്ടൽ പ്ലെയിൻസ് അടുക്കി വെച്ചാണ് എന്ത് ചെയ്യുക, ഞാൻ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ പറഞ്ഞു ഒരുപാട് ഡിസ്ക് അടുക്കി വെച്ചാണ് എന്ത് ചെയ്യുക വലിയ സിലിണ്ടർ ഉണ്ടാവുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ പറയുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ അവിടെ ഉണ്ടാവുന്നത് ഒരുപാട് ചെറിയ ചെറിയ ഫിലമെന്റ്സ്, ഫസ്റ്റ് ഫിലമെന്റ്, സെക്കൻഡ് ഫിലമെന്റ്, കണ്ടോ ഓരോ ലേയേഴ്സ് കണ്ടോ, ഇതിനാണ് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ലേയേഴ്സ് അടുക്കി വെച്ച് പൈൽ ചെയ്താണ് നമുക്കൊരു വലിയൊരു ബീമായിട്ട് മാറുന്നത്. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഓരോ ബീംസും എന്ത് ചെയ്യും, അവിടെ ബെൻഡിങ് സംഭവിക്കും. ഈ ഒരു ബീമിന് ബെൻഡിങ് സംഭവിക്കുമ്പോൾ ഓരോ ബീംസ് അവിടെ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബെൻഡ് ചെയ്യാത്ത ബീംസ് അല്ല, ഓരോ ലേയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ എടുക്കുവാണ്. കൺസിഡർ a beam clamped horizontally at one end and loaded at the other end. The load and the equal opposite reaction, the clamped and constant external couple. Under this couple, the beam bend. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതാണ് ഒരു ബീം എങ്കിൽ ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതാണ് കപ്പിൾ ഫോഴ്സ്. രണ്ട് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കപ്പിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ കപ്പിൾ തന്നെ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബെൻഡിങ് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇത്രയും ഇതിനകത്ത് ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിലെ ലെയർ മാത്രം എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ കർവ് ചെയ്ത് വരുവാണ്. ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഒരു ബീമിന്റെ ഒറ്റ പോർഷൻ മാത്രമാണ്. ഇത് വലിയൊരു ബീമാണ്. ആ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ബെൻഡ് ചെയ്തതിന്റെ ഒരു പോർഷൻ മാത്രമാണ്, ഈ സെന്റർ പോർഷനാണ് ഈ വരച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മുകളിലത്തെ ലെയേഴ്സ്, ഒരുപാട് ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ മുകളിലത്തെ ലെയേഴ്സ് എന്ത് ചെയ്യുവാണ്, അവിടെ ബെൻഡിങ് സംഭവിച്ചിരിക്കുകയാണ്. താഴത്തെ ലെയേഴ്സിന് എന്തില്ല, അവിടെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല. ആൻഡ് ഈ സെന്റർ പോർഷനിൽ വരുന്ന ഈ ഒരു ബീം എന്താണ്, അതാണ് അവിടുത്തെ ന്യൂട്രൽ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രൽ ബീമിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂട്രൽ ആക്സിസ്, ആ ഒരു ബീം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ബെൻഡിങ് ഉണ്ടാകും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ് ഇവിടെ ബെൻഡിങ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട 3 ടേംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് 3 ടേം, 4 ടേം ആണ് ടോട്ടലി. 4 ടേംസ് ആണ്. ഫസ്റ്റ്, പ്ലെയിൻ ഓഫ് ബെൻഡിങ്. ദ പ്ലെയിൻ ഇൻ വിച്ച് ബെൻഡിങ് ഓഫ് ദ ബീം ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് പ്ലെയിൻ ഓഫ് ബെൻഡിങ്. അപ്പോൾ ഏതൊരു പ്ലെയിനിലാണോ ബെൻഡിങ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഈ പ്ലെയിൻ കണ്ടല്ലോ, ഈ ഒരു ഇ എഫ് ജി എച്ച്, ഇതെന്താണ്, പ്ലെയിൻ ഓഫ് ബെൻഡിങ് ആണ്. അപ്പോൾ ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആയത് ചിന്തിക്കുക. ഇത് നമ്മുടെ ഒരു പേപ്പറിൽ ഇരിക്കുവാണെങ്കിൽ ഇത് നമ്മുടെ പേപ്പറിന്റെ പുറത്തിരിക്കുകയാണ്. ഒരു പേപ്പറിന്റെ പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നത്, ഈ ബീമിന്റെ ഈ ഒരു ക്രോസ് സെക്ഷൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേസ് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്ലെയിൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ബെൻഡിങ് ഒക്കർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ ഇഫ് ദ ബീം ഈസ് ക്ലാംപ്ഡ് ഹൊറിസോണ്ടലി. ഓക്കെ, ബീം ഹൊറിസോണ്ടലി ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്ലെയിൻ എന്തായിരിക്കും, വെർട്ടിക്കലി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഫിഗറിൽ ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് ഏത്, പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആക്സിസ് ഓഫ് ബെൻഡിങ്. ആക്സിസ് ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത് ഏത് ആക്സിസിൽ വെച്ചിട്ടാണോ ബെൻഡിങ് ഒക്കർ ചെയ്യുന്നത്. ഇതിപ്പോ മനസ്സിലായല്ലോ, കണ്ടോ, എക്സ് വൈ ആക്സിസ്. അപ്പൊ ഈ ഒരു ഫിഗർക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ഈ ഒരു എക്സ് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബെൻഡിങ് ഒക്കർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ആക്സിന് വിത്ത് റെസ്പെക്ട് ആണ് എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് നടക്കുന്നത്. കണ്ടോ, ഈ ഒരു ബെൻഡിങ് ഇവിടെ സംഭവിച്ചത്. അതാണ് ആക്സിസ് ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പൊ ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the line of intersection of plane of bending and the neutral surface is called the neutral axis of the beam. അതായത് പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും ന്യൂട്രൽ ആക്സിസും. അപ്പൊ ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ വേരിയേഷൻ ഒന്നും ഉണ്ടാവാത്ത ആക്സിസ് ആണ് അവിടുത്തെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും ന്യൂട്രൽ ആക്സിസും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റാണ് അവിടുത്തെ പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും ന്യൂട്രൽ സർഫസും. ഓക്കെ, ഈ ന്യൂട്രൽ ലെയർ, ഈ ഒരു ലെയർ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്, കണ്ടോ, ഈ ഒരു വൈറ്റ് ലൈൻ കാണിച്ചിട്ടുണ്ടാവും അവിടെ, ഞാൻ ഇപ്പോൾ റെഡിൽ കാണിച്ചു. അപ്പൊ ഈ ഒരു പ്ലെയിൻ, ഇതാണ് അവിടുത്തെ പ്ലെയിനും ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ത് പറയുന്നത്, ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ടേംസ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അറിഞ്ഞിരിക്കുക. ന്യൂട്രൽ സർഫസ്, ദെൻ ന്യൂട്രൽ സർഫസ് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ന്യൂട്രൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് എ ബി സി ഡി അതാണ് ന്യൂട്രൽ സർഫസ്. കാരണം അവിടെ എന്ത് ചെയ്യില്ല, അവിടെ നമുക്ക് ബെൻഡിങ് സംഭവിക്കുന്നുമില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഷേപ്പ് ഇവിടെ ബെൻഡിങ് ഒക്കർ ചെയ്ത് ഉണ്ടോ, ഇവിടെയൊക്കെ ഒരു കർവേച്ചർ ഉണ്ട്. ഈ കർവേച്ചർ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പോയിന്റ് വരുന്നില്ല, എന്നാൽ തീരെ അത് താഴെയുമല്ല. ഓക്കെ, എക്സ്റ്റൻഷനും ഇല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ചുരുങ്ങുന്നുമില്ല. അപ്പൊ അങ്ങനെ രണ്ടും സംഭവിക്കാതെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 4 ടേംസ്, ന്യൂട്രൽ സർഫസ്, പ്ലെയിൻ ഓഫ് ബെൻഡിങ്, ആക്സിസ് ഓഫ് ബെൻഡിങ് ആൻഡ് ന്യൂട്രൽ ആക്സിസ്. അപ്പൊ ഈ 3 ടേംസ്, 4 ടേംസ് എന്താണ് വരുന്നത്, നമ്മുടെ ഈ ഒരു ബെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആണ്. ഓക്കെ, ബീമിന്റെ ബെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 ടേംസ് ആണ്. അപ്പൊ ഇത്രയൊന്ന് നോക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പൊ ഈ ഒരു ബെൻഡിങ് ഇവിടെ ഒക്കർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ബെൻഡിങ്ങിൽ നിൽക്കും, സംഭവിക്കും, അവിടെ നമുക്കൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യപ്പെടും. അപ്പൊ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, ഈ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ എന്ത് പറയുന്നത്, മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ്, നമ്മൾ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ് മൊമെന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഫോഴ്സ് മൊമെന്റ് എന്ത് പറയാം, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയാം. ആ ഒരു ബെൻഡിങ് കാരണം കിട്ടുന്ന ഫോഴ്സ് ആണ് ഒരു ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ദ മൊമെന്റ് ഓഫ് ദിസ് ഇന്റർണൽ കപ്പിൾ ഈസ് കോൾഡ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ അതായത് ഇപ്പൊ ഇതൊരു ബെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ബെൻഡിങ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ രണ്ട് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ആക്ട് ചെയ്യും.
ബീം ബെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, രണ്ട് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. കാരണം നമുക്ക് എന്താണ്, ഇങ്ങനെ ബെൻഡിങ് ചെയ്ത് ആ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ടെൻഷൻ ഒക്കർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അവിടെ ഇന്റേണലി അല്ലെങ്കിൽ ആ ഒരു ബോഡി ഇറ്റ്സെൽഫ് തന്നെ അതിന്റെ ഒറിജിനൽ പൊസിഷൻ റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഒരു റിസ്റ്റോറിംഗ് കപ്പിൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനിയും ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ഇറ്റ്സെൽഫ് ഒരു ബെൻഡിങ് ഉണ്ട്, ഒരു ഫോഴ്സ് എന്തെങ്കിലും കൊടുത്തൊരു ബെൻഡിങ് ഉണ്ട്. ബട്ട് റിസ്റ്റോറിംഗ് കപ്പിൾ എന്ത് ചെയ്യും, അത് ഇറ്റ്സെൽഫ് അതിനെ ജനറേറ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ കപ്പിളിനെ നമ്മൾ എന്ത് പറയുന്നത്, റിസ്റ്റോറിംഗ് കപ്പിൾ ആണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മൊമെന്റ് ഓഫ് ദ ഇന്റേണൽ കപ്പിൾ ഈസ് കോൾഡ് ദ ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ ആ ഒരു ഷേപ്സിന്റെ യൂണിഫോം ബെൻഡിങ്ങും നോൺ യൂണിഫോം ബെൻഡിങ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബീം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീം എന്ത് ചെയ്യുവാണ്, ഇവിടെ ബെൻഡിങ് സംഭവിച്ച് നിൽക്കുകയാണ്. കാരണം ലോഡ് കൊടുത്തു, അപ്പോൾ ലോഡ് കൊടുത്തിട്ട് ബെൻഡിങ് സംഭവിക്കുള്ളൂ. ബെൻഡിങ് ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കേണ്ടിരുന്ന ബീമാണ്. ബട്ട് ഇവിടെ ലോഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അതവിടെ അതൊരു ബെൻഡിങ് ഒക്കർ ചെയ്തു. അപ്പൊ ആ ഒരു ബെൻഡിങ് സമയത്ത് ഇത് തിരിച്ചൊരു കപ്പിളിനെ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടെങ്കിൽ മുകളിലോട്ട് ഒരു കപ്പിളിനെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഫോഴ്സിനെ കൊടുത്തത് എന്ത് ചെയ്യും, തിരിച്ച് എപ്പോഴും ഓർക്കുന്ന ഷേപ്പിലോട്ട് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ ഒരു റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഫോഴ്സ് നമ്മൾ എന്ത് പറയുന്നത്, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോഴ്സ് കൊടുത്ത് നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. ബട്ട് എന്ത് ചെയ്യും, അത് ഇറ്റ്സെൽഫ് സ്വന്തമായിട്ട് ആ ഒരു ബോഡി തന്നെ അതിന്റെ എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കാരണം എന്ത് ചെയ്യും, സ്വന്തം തിരിച്ച് കയറാൻ ശ്രമിക്കും, തിരിച്ച് മുകളിലോട്ട് തന്നെ പോകാം. അപ്പൊ ആ ഒരു ബാലൻസിങ് കാരണം ആ ഒരു സിസ്റ്റം അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ ബെൻഡിങ് മൊമെന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ലോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒടുങ്ങി വീഴും. ഓക്കെ, ഇവിടെ വെച്ച് ബ്രേക്ക് ആവും, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് പൊട്ടി താഴെ വീഴും. ബട്ട് ഈ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ ആ റിസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്പ്രഷൻ കിട്ടും, ഡെൽറ്റ എന്ന ടേംസ് നമുക്ക് അവിടെ ബെൻഡിങ് മൊമെന്റിന്റെ ടേംസിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഡെൽറ്റയൊക്കെ വരുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ്, ഇത് മനസ്സിലായല്ലോ, ഒരു ബീം നമ്മളിവിടെ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു എന്തിലൂടെ ലോഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൺസിഡർ സ്മോൾ പോർഷൻ ഓഫ് ദ ബീം ബൗണ്ട് ബൈ ടു ട്രാൻസ്വേഴ്സ് സെക്ഷൻ AC ആൻഡ് PD വിച്ച് ആർ ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ നമ്മളിവിടെ ഇതിനെ എന്ത് ചെയ്യുന്നു, ഓരോ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ഫിലിംസ് ആയിട്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞു ഓരോ ലെയേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ഈ ഒരു റെപ്രസെന്റേഷൻ കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സിന് കൊടുക്കാത്ത സമയത്ത് കണ്ടോ, ഇവിടെ നമ്മൾ ഫോഴ്സിന് കൊടുത്തില്ല, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ലെയേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. AB, GH, EF ആൻഡ് CD. 4 ലെയർ മാത്രം നമ്മൾ ഇവിടെ എടുത്തു. ഓക്കെ, ഇതൊന്നും ബെൻഡിങ് ഒന്നും ഇല്ലാത്ത സമയം, ബെൻഡിങ് ഒന്നും ഇല്ല, നമ്മുടെ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബെൻഡിങ് ഒക്കറായി. ഞാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇതിപ്പോ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ബീം ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ബെൻഡായി മാറി. ഓക്കെ, ബെൻഡഡ് ബീം ആയിട്ട് മാറി. അപ്പൊ ആ ഒരു സമയത്ത് കണ്ടോ, ഇതൊരു കർവേച്ചർ ആയിട്ട് മാറും. കണ്ടോ, ഒരു കർവ് പോലെ ആയിട്ട് മാറും. അപ്പൊ ആ ഒരു കേസിൽ ഇവിടെ ഒരു കർവേച്ചർ, ഒരു സർക്കിളിന്റെ ഒരു പാർട്ട് പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ കേസ് നമ്മൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് തീറ്റ ആംഗിൾ ഒന്നും ഇല്ല, കാരണം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുകയാണ്, ഈ ബീം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ബട്ട് ഇപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു, ഇതിവിടെ ബെൻഡ് ആയിട്ട് മാറി. അപ്പോൾ ഈ AB എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ആക്സിസ് എല്ലാം എന്തായിട്ട് മാറി, A', B' ആയിട്ട് മാറി. കാരണം കർവ് ആയിട്ട് മാറി, ലെങ്ത് അവിടെ മാറി, ഒന്ന് എലോങ്ങേറ്റ് ചെയ്തു. അപ്പോൾ AB എന്ന് പറയുന്ന മുകളിലിരുന്നതെല്ലാം എലോങ്ങേറ്റ് ചെയ്തു. ബട്ട് CD എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു 5 സെന്റിമീറ്റർ റേഞ്ചിലൊക്കെ ഇരുന്നതാവാം. ഒരു 5 സെന്റിമീറ്റർ റേഞ്ചിലൊക്കെ ഇരുന്ന ഇതെല്ലാം ഒരു 5 സെന്റിമീറ്റർ റേഞ്ചിൽ ഇങ്ങനെ ഇരുന്ന ലെയേഴ്സ് ആണ് 5 സെന്റിമീറ്റർ. ബട്ട് ഇവിടെ എന്ത് സംഭവിച്ചു, ഇപ്പൊ ഈ മുകളിൽ നിന്നെല്ലാം എക്സ്റ്റെൻഡ് ആയിട്ട് ചിലപ്പോൾ ഒരു 5.6 5.2 അങ്ങനെയൊക്കെ ആയിട്ട് മാറും. ജസ്റ്റ് എക്സാമ്പിൾ ആണ് സെന്റിമീറ്റർ വൈസ് പറഞ്ഞത്. ഇവിടുത്തെ എന്ത് സംഭവിച്ചു, ഇവിടെ 5 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന CD എല്ലാം കൂടി ഇപ്പോൾ ചുരുങ്ങിയിട്ട് അത് 4 സെന്റിമീറ്റർ ഒക്കെ ആയിട്ട് മാറി. അതാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, വേരിയേഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞത്. ഓക്കെ, ആ ഒരു ബെൻഡിങ് സംഭവിച്ച സമയത്ത് അകത്തുള്ള ലേയേഴ്സ് എല്ലാം ചുരുങ്ങും, മുകളിലോട്ട് വരുന്ന ലേയേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ബട്ട് ഇവിടെ EF എന്ന് പറഞ്ഞ ഈ ഒരു ലെയർ, ഇത് എത്രയാണോ നേരത്തെ, ഇതൊരു ന്യൂട്രൽ ലെയർ ആണ്, ന്യൂട്രൽ ആക്സിൽ വരുന്ന ന്യൂട്രൽ ലെയർ ആണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യില്ല, അവിടെ നെയ്തർ എലോങ്ങേറ്റഡ് നോ എക്സ്റ്റെൻഡ്, കാരണം എന്ത് ചെയ്തില്ല, ചുരുങ്ങിയിട്ടും ഇല്ല, അവിടെ എലോങ്ങേറ്റ് ചെയ്തിട്ടുമില്ല. ഇതാണ് ഇവിടെ ഈ ഒരു ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് എടുക്കാമല്ലോ. അപ്പോൾ ബെൻഡിങ് നമ്മൾ ഇവിടെ എടുക്കുവാണ്. ബിഫോർ ബെൻഡിങ് GH ന്റെ ലെങ്ത്, GH എന്ന് വെച്ചാൽ ഈ ഒരു ആക്സിസ്, ബെൻഡിങ്ങിന് മുമ്പേ ആ ഒരു GH ന്റെ ലെങ്ത് എന്തെടുക്കാം, GH ഉം EF ഉം എല്ലാം സെയിം തന്നെയാണ്. GH is equal to EF is equal to EF dash. കാരണം എന്താണ്, ഇപ്പോഴത്തെ സമയത്തും അവിടെ ഇതിന്റെ വാല്യൂ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇവിടെ R തീറ്റ എന്ന് എടുക്കാൻ കാരണം, ഇവിടെ നമ്മളിപ്പോൾ ഈ R തീറ്റ എടുത്തത് ഈ ഒരു EF ന്റെ വാല്യൂ ആണ് R തീറ്റ. അതെല്ലാം സെയിം എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ R തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു സർക്കിളിന്റെ കേസ് എടുത്തിട്ട് അതിന്റെ ആർക്ക് ലെങ്ത്, ഇതിപ്പോ ഒരു ആർക്കാണ് ഇവിടെ വരച്ചിരിക്കുന്നത്,
ഒരു ആർക്കാണ് കണ്ടോ, ഇതൊരു ആർക്ക്. അപ്പോൾ ഈ ആർക്ക് ലെങ്ത് തീറ്റ അറിയാമെങ്കിൽ ആർക്ക് ലെങ്ത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സർക്കിളിലെ റേഡിയസ് r ആണ്, ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ കർവേച്ചറുള്ള ന്യൂട്രൽ എലമെന്റ് തൊട്ട് ഇതിലുള്ള റേഡിയസ് ഞാൻ അവിടെ r എന്ന് എടുക്കുക. കണ്ടോ, r ആണ് അതിന്റെ റേഡിയസ്. ഇതിപ്പോ ഒരു കർവിന്റെ പാർട്ട് ആയില്ല, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ പാർട്ട് ആയില്ല, ഒരു ആർക്ക് പോലെ. അപ്പൊ എനിക്ക് റേഡിയസ് ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യാം. റേഡിയസ് r ആണ്. അപ്പൊ ഇവിടുത്തെ തീറ്റ എന്താണ്? തീറ്റ അല്ല, ആംഗിൾ അവിടുത്തെ തീറ്റയുമാണ്. അപ്പൊ എനിക്കിവിടെ ഇ എഫിന്റെ വാല്യൂ വേണം, അല്ലെങ്കിൽ ഇ ഡാഷ് എഫ് ഡാഷിന്റെ വാല്യൂ വേണം. അതാണ് ഞാൻ എടുത്തത് ആർ തീറ്റ എന്ന് എടുത്തത്. അപ്പൊ യൂസ് ചെയ്ത റിലേഷൻ ഇതാണ്, തീറ്റ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബിഫോർ ബെൻഡിങ് ജി എച്ചും ഇ എഫും സെയിം എന്ന് പറഞ്ഞു. അപ്പൊ ആഫ്റ്റർ ബെൻഡിങ് ഇ എഫ് സെയിം തന്നെയാണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നും അവിടെ ഈക്വൽ എന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ബെൻഡിങ് സംഭവിച്ചതിന് ശേഷം ഇവിടെ ഈ ജി എച്ചിന്റെ വാല്യൂ എന്തായിട്ട് മാറി? ജി എച്ചിന്റെ വാല്യൂ അല്പം ഒന്ന് കൂടി. ജി എച്ചിന്റെ വാല്യൂ ഒരു ഡെൽറ്റ ഇസഡ്, അല്ലെങ്കിൽ ഇസഡ് വാല്യൂ എന്ത് ചെയ്തു, അവിടെ കൂടി. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത്, ദാറ്റ് ഈസ് ആഫ്റ്റർ ബെൻഡിങ് ജി ഡാഷ് എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ഇസഡ്. ഓക്കെ, ആർ പ്ലസ് ഇസഡ് ഇൻറ്റു തീറ്റ. ഇനി എന്ത് ചെയ്യാം, ചേഞ്ചിങ് ലെങ്ത് ഓഫ് ദ ഫിലമെന്റ് എടുക്കുക. ഇവിടെ എത്രത്തോളാണ് ചേഞ്ചിങ് ലെങ്ത് സംഭവിച്ചത് നോക്കുക. അപ്പൊ ചേഞ്ചിങ് ലെങ്ത് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ബിഫോർ ബെൻഡിങ്ങിൽ നിന്നും ആഫ്റ്റർ ബെൻഡിങ് എന്ത് ചെയ്താൽ മതി, ആഫ്റ്റർ ബെൻഡിങ് നിന്ന് ബിഫോർ ബെൻഡിങ് കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത്, ദാറ്റ് ഈസ് ആർ തീറ്റ പ്ലസ് ഇസഡ് തീറ്റ മൈനസ് ആർ തീറ്റ. ഇങ്ങനെയല്ലേ കിട്ടിയത്, ആർ തീറ്റ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് അവിടെ ചേഞ്ചിങ് ലെങ്ത് അവിടെ എന്താണ് കിട്ടുന്നത്, ദിസ് ഈക്വൽ ടു ഇസഡ് തീറ്റ ആണ്. ഓക്കെ, ഇസഡ് തീറ്റ നമുക്ക് അവിടുത്തെ റിലേഷൻ കിട്ടും. ദെൻ ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു, ടെൻസൈൽ സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത്, ദാറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻസൈൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എക്സ്റ്റൻഷൻ ബൈ, അല്ലെങ്കിൽ ചേഞ്ച് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ, ഒറിജിനൽ ലെങ്ത് നേരത്തെ ആർ തീറ്റ ആയിരുന്നു എക്സ്റ്റൻഷന് മുമ്പേ. അപ്പൊ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ സാധാരണ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് പറയുന്നത്. ബട്ട് അതിന് കർവേച്ചർ ഇല്ല. കർവേച്ചർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ ആർ തീറ്റ എടുക്കാം. കാരണം ഏതൊരു സ്ട്രെയിറ്റ് ലൈനും കർവിന്റെ ഒരു പാർട്ടാണ്. ഞാൻ എന്താ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കും, ഈ ഒരു സ്ട്രെയിറ്റ് ഒരു കർവ് വരയ്ക്കും, ഒരു കർവ് ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഈ ഒരു കർവിന്റെ സ്മോൾ ഏരിയ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇത് ശരിക്കും എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതിന് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്മോൾ ആർക്ക് ലെങ്ത് ഈക്വൽ ടു, ഈ ഒരു സ്മോൾ ആർക്ക് ലെങ്തിന്റെ വാല്യൂ എനിക്ക് എടുക്കാം. തീറ്റ ആംഗിൾ അറിയാമെങ്കിൽ, തീറ്റ ആംഗിൾ ഒരുപാട് ചെറുതാവുന്നേ ഉള്ളൂ, ആറും അറിയാൻ എന്ത് ചെയ്യാം, ആർക്ക് ലെങ്ത് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ന്യൂട്രൽ നേരത്തെ ഇരുന്ന ബെൻഡിങ്ങിന് മുമ്പ് ചെയ്യുന്ന ആ ഒരു ഷേപ്പിലും ഈ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഇരുന്നതിൽ ഞാൻ എന്ത് ചെയ്തു, ആ തീറ്റ ഈക്വൽ ടു അല്ല ആർ തീറ്റ എന്ന് വാല്യൂ എടുത്തത്. തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ഇക്വേഷൻ കൊടുത്തതിന് ശേഷം ആർ തീറ്റ എന്ന് ആ ഒരു വാല്യൂ അവിടെ എടുത്തത്. ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇസഡ് തീറ്റ ബൈ ആർ തീറ്റ കിട്ടും. തീറ്റ ക്യാൻസൽ ആൻഡ് ഇസഡ് ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു ടെൻസൈൽ സ്ട്രെയിൻ. ഓക്കെ, ആ ഒരു റിലേഷൻ വെച്ചിട്ട് ടെൻസൈൽ സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടി. യങ്സ് മോഡുലസ് ഇൻറ്റു ടെൻസൈൽ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് Y ആണ്, ആ ഒരു മെറ്റീരിയൽ ഏതാണ്, ആ ഒരു മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ്. ഇപ്പോൾ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ, വുഡ് ആണെങ്കിൽ വുഡ്, ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ഇൻറ്റു ഇസഡ് ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു എലമെന്റൽ ഏരിയ, ആ ഒരു ബീമിന്റെ തന്നെ ഒരു എലമെന്റൽ ഏരിയ എടുക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമൈൻ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തൊരു മെത്തേഡ്, എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യും, പിന്നീട് ടോട്ടൽ സബ്മേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ അവിടെ എടുക്കും. അപ്പൊ അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു സ്മോൾ ക്രോസ് സെക്ഷൻ ഏരിയ, ഒരു ഇ എഫ് എന്ന് പറയുന്ന പ്ലെയിനിൽ നിന്നും, ഇ എഫ് എന്ന് വെച്ചാൽ ന്യൂട്രൽ പ്ലെയിൻ ആണ്, ആ ന്യൂട്രൽ പ്ലെയിനിൽ നിന്നും ഒരു മറ്റേ ഡിസ്റ്റൻസ് ഇസഡ്, ആ എലോങ്ങേഷൻ സംഭവിച്ചെടുത്ത് എന്ത് ചെയ്തു, ഒരു ഡെൽറ്റ എ എന്ന് പറയുന്ന ഒരു ഏരിയ കൺസിഡർ ചെയ്യുവാണ്. കണ്ടോ, അതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഡെൽറ്റ എ. അപ്പോൾ ആ ഡെൽറ്റ എയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഡെൽറ്റ എ. അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി, കിട്ടിയ സ്ട്രെസ് ഇൻറ്റു ആ ഒരു സ്മോൾ ഏരിയ അവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഏരിയ എലമെന്റ്, ഈ ഒരു സ്മോൾ ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതാണ് അവിടുത്തെ ഈ ഒരു ഇൻറ്റു ഇസഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ഡിസ്റ്റൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അവിടുത്തെ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻറ്റു ഇസഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ്, ഈ ഒരു ഏരിയ ഇൻറ്റു സ്ട്രെസ്, ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് വരുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്, നമുക്ക് അവിടെ moment of the force about the neutral axis equal to y is delta a by r into z എന്ന് കിട്ടും. that is രണ്ട് z ഉള്ള z സ്ക്വയർ എന്ന് മാറ്റുക, z സ്ക്വയർ into delta a by r എന്ന് കിട്ടും. അപ്പൊ ഇതുപോലത്തെ സ്മോൾ എലമെന്റിൽ ഏരിയ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ
ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഏരിയയിലുള്ളത് എന്ത് ചെയ്യണം, ഇതെല്ലാം ഒന്ന് സബ്മേഷൻ ചെയ്യണം. സോ വി ആർ ടേക്കിംഗ് സബ്മേഷൻ സിഗ്മ വൈ ഇസഡ് സ്ക്വയർ ഡെൽറ്റ എ ബൈ ആർ എന്ന് കിട്ടും. വൈ ബൈ ആർ ഇൻറ്റു സിഗ്മ ഇസഡ് സ്ക്വയർ ബൈ ഡെൽറ്റ എ. കാരണം വൈയും ആറും എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഈ ഇസഡ് സ്ക്വയറും ഡെൽറ്റ എ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ വേരിയേഷൻ വരുന്നത്. അപ്പൊ ഈ ഡെൽറ്റ എ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡെൽറ്റ എ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ജോമെട്രിക്കൽ ഇനർഷ്യ നമ്മൾ പറയുന്നത് ഈ ഒരു ക്വാണ്ടിറ്റി സിഗ്മ ഇസഡ് സ്ക്വയർ ഡെൽറ്റ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഇൻറ്റു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടുത്തെ ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ നമ്മളിപ്പോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ടേംസിന് പറയുന്നത്, നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡൈനാമിക്സ് റിജിഡ് ബോഡീസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ പറഞ്ഞു. ആ റേഡിയസ് ഗൈറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെന്റർ ഓഫ് മാസ് തൊട്ട് റൊട്ടേറ്റിംഗ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു. ആ ഒരു ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ റെക്ടാംഗുലർ ക്രോസ് സെക്ഷനിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ദാറ്റ് ഈസ് a k square is equal to b dq by 12. അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ which is equal to moment of inertia. ആ ഒരു റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു, ബി ഡി ക്യൂ ബൈ 12 എന്ന റിലേഷൻ എടുത്തു. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ചെക്ക് ചെയ്താൽ മതി. അവിടെ നമ്മൾ ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ബി ഡി ക്യൂ ബൈ 12 ആ ഒരു യൂണിഫോം റോഡിന്റെ കേസിലാണ്. യൂണിഫോം റോഡിന്റെ കേസിൽ ബി ഡി ക്യൂ ബൈ 12 എന്ന് പറഞ്ഞിട്ട് ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ടൈം നമ്മൾ അവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ഡി ക്യൂ ബൈ 12 എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫിഗർ ഞാൻ കണ്ടില്ല, ജസ്റ്റ് നോക്കുക, ആ ഒരു ചാപ്റ്ററിൽ ഉണ്ട്. Okay, that is for a beam rectangular cross section ak square equal to ak square is the total area of cross section and k is the radius of gyration. Neutralize, then I is equal to ak square is equal to b dq by 12 വന്നിട്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. നമുക്ക് ഈ ഒരു റിലേഷനിൽ എന്ത് ചെയ്യാം, ഒരു ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ഐയുടെ വാല്യൂസിലോട്ട് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുവരെ എഴുതാലും മതി. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു വൈ ഐ ബൈ ആർ എന്നിട്ട്. ഇതാണ് മെയിൻലി നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐക്ക് പകരം ബി ഡി ക്യൂ ബൈ 12 അല്ലെങ്കിൽ റെക്ടാംഗുലർ ക്രോസ് സെക്ഷന്റെ കേസ് വരുന്നെങ്കിൽ മാത്രം മെയിൻ ഇക്വേഷൻ ഏതാണ്, യൂണിവേഴ്സൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു വൈ ഐ ബൈ ആർ എന്നാണ്. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു റിലേഷൻ അവിടെ കിട്ടും. കാന്റിലിവറിന്റെ ഒക്കെ ഡെറിവേഷൻ ഉണ്ട് ഇനി. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് നോക്കുക. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഈ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ വരെയാണ് പറഞ്ഞത്. ഓക്കെ.